UDF നിയന്ത്രണത്തിലുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കോൺഗ്രസ് നേതാവ് TV സുധീർകുമാർ അടക്കമുള്ള 3 പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നാളെ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലതീഷുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ, ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. പക്ഷേ ലതീഷ, ഈ സംഭവം നടന്ന് ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന പ്രോസസ്സൊക്കെ നടക്കാൻ വൈകുകയാണല്ലോ. അന്വേഷണത്തിൽ വലിയ മെല്ലെപ്പോക്ക് കാണുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ വൈകൽ അനുഭവപ്പെടുന്നത്? മനു, ഗുഡ് മോർണിംഗ്. അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയെ സ്ഥലം മാറ്റിയിരുന്നു. അതിനുശേഷം പുതിയ ക്രൈംബ്രാഞ്ച് DYSPയായി N രാജേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷമാണ് ഇപ്പോൾ കേസന്വേഷണം വീണ്ടും ഒന്ന് ശക്തമാക്കാനുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP രാജേഷ് കുമാറാണ് കോടതിയിൽ, വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വാറണ്ടിനായി അപേക്ഷ നൽകിയത്. വടകര കോടതി ഇത് അംഗീകരിക്കുകയും നാളെ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ നിർണായകമായ കടത്തനാട് ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന സുധീർ കുമാറിൻ്റെ വീട്ടിലെത്തി നിക്ഷേപകനായ ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തതോടുകൂടിയാണ് കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇബ്രാഹിം ഹാജിയുടെ മരണം, അതേപോലെ തന്നെ നിക്ഷേപകർ നൽകിയ പരാതിയടക്കം 6 കേസുകളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതിൽ സുധീർ കുമാറുണ്ട്, കോൺഗ്രസ് നേതാവ് സുധീർ കുമാറുണ്ട്, അതേപോലെ തന്നെ സൊസൈറ്റിയുടെ സെക്രട്ടറിയായ പ്രീനയുണ്ട്, അതേപോലെ തന്നെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതിയായ റനീഷുണ്ട്. ഇത്തരത്തിൽ 3 ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എത്രത്തോളം നിക്ഷേപങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, ഏതെല്ലാം വഴിയിൽ അത് ചെലവഴിച്ചു, അതേപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പാണ് ഈ സംഘം നടത്തിയത് എന്നടക്കമുള്ള ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ലതീഷ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിലില്ലേ? നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സുധീർ കുമാറിൽ അന്വേഷണം ഒതുക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? അതിനപ്പുറത്തേക്ക് എത്രയോ പേരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഇതിന് നിക്ഷേപ യജ്ഞമൊക്കെ ഉദ്ഘാടനം ചെയ്തത് ലീഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നില്ലേ? ലീഗിൻ്റെയൊക്കെ ഓഫീസിൽ വെച്ചായിരുന്നില്ലേ? പല പ്രധാനപ്പെട്ട പേരുകളും വന്ന് കേട്ടിരുന്നല്ലോ. അവരിൽ നിന്ന് മൊഴിയെടുക്കാനോ അവരിൽ നിന്ന് വിവരങ്ങൾ തേടാനോ അന്വേഷണ സംഘം തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യമാണോ കാണാൻ കഴിയുന്നത്? അവരിലേക്കൊന്നും നിലവിൽ അന്വേഷണം പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കേസിലെ പ്രതികളായ ആളുകൾ നേരത്തെ സൂചിപ്പിച്ച ഈ സുധീർ കുമാറും അതേപോലെ തന്നെ സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രീനയും റനീഷും അടക്കമുള്ള ആളുകളാണ്. മറ്റുള്ള ആളുകളൊന്നും നിലവിൽ കേസിൽ പ്രതികളായിട്ടില്ല. ഇവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ UDF ഭരണമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം രാഷ്ട്രീയമായി മറ്റു ആളുകളിലേക്ക് പോകാൻ നിലവിൽ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഈ DCC ജനറൽ സെക്രട്ടറി സുധീർ കുമാർ അടക്കമുള്ള ആളുകൾ കേസിൽ പ്രതികളാണ്. അവരുടെ പങ്ക് പലതരത്തിൽ നിക്ഷേപകർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം നടക്കുന്നത്. ആ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ ഉൾപ്പെട്ട സംഘം നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ആ നിലയിലുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാളെ 3 പേരെയും കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കും. എത്ര ദിവസം കസ്റ്റഡി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുടെ അനുമതിയോടുകൂടിയായിരിക്കും ആ കസ്റ്റഡി എത്ര ദിവസം എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായകമാകും. മനു.
ശരി, നമുക്ക് നോക്കാം. ഏതായാലും ഈ സംഭവം നടന്ന് കേസുണ്ടായിട്ട് ഇത്രയും നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. വെറുതെയല്ല അവിടെയുള്ളവർ ആക്ഷേപിക്കുന്നത് ഈ കേസിൽ വലിയ മെല്ലെപ്പോക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന്. എത്ര നാളുകളായിരിക്കുന്നു. അതുമാത്രമല്ല, മാധ്യമങ്ങളൊക്കെ എത്രയോ നാൾ മുമ്പേ ഈ കേസ് വിട്ടുകഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു പത്രത്തിൽ, ഏതെങ്കിലും ഒരു ചാനലിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വരിയെങ്കിലും സമീപകാലത്ത് വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണ്, ആരോപണ വിധേയരായി നിൽക്കുന്നത് ലീഗ് നേതൃത്വമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. അപ്പോൾ മാധ്യമങ്ങൾ മുക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ മിടുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ MDMA കേസുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. എത്ര മാധ്യമങ്ങളിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായി വന്നു, എത്ര പത്രങ്ങളിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായി വന്നു. ഒരു വരിയെങ്കിലും അതിനെക്കുറിച്ച് എഴുതുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് നടത്തിയ വിശദീകരണം പോലും എഴുതാൻ മടിച്ച മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നേ. അതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ സംസ്കാരം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വല്ലാത്തൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരായ രീതിയിൽ ഇനി മുന്നോട്ട് പോകുമെന്ന്. അത് അവിടെയൊക്കെ അവസാനിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇതുവരെയുള്ള ഒരു പോക്കനുസരിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. ഏതായാലും ഇനി അതിനപ്പുറത്തേക്ക് പോയാൽ സന്തോഷം, നടക്കട്ടെ.